നിങ്ങളെ കാത്തിരിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചാണ് തുടങ്ങുന്നത്. മെമ്പർഷിപ്പ് എടുത്തവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും പൂജയൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല, അതാരും കാണുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ. ഇനി എൻ്റെ ചാനലിലെ അംഗങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള റീഡിങ്ങാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ ചാനലിലെ അംഗങ്ങളാവാൻ ശ്രമിക്കുക. അല്ലാത്തവർക്ക് വേണ്ടി ഒരു കാർഡ് ഇവിടെ വരില്ല. ഇവിടെ പവർഫുൾ കാർഡുകളാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്, എൻ്റെ ചാനലിലെ അംഗങ്ങൾക്ക് വേണ്ടി എന്നാണ്. അപ്പോൾ അംഗങ്ങളാവാൻ ശ്രമിക്കുക. ഇനി പറയാനുള്ളത്, പ്രായപരിധി എന്ന് പറഞ്ഞാൽ 18 മുകളിലാണ്. കാരണം ഇവിടെ പറയുന്ന വിഷയം പ്രണയമാണ്. അതിന് പാകതയായവർ മാത്രം കേൾക്കുക. അതിന് താഴെയുള്ളവർ വഴിതെറ്റാൻ പാടില്ല. നമ്മുടെ റീഡിങ് കണ്ടിട്ട് വഴിതെറ്റാൻ പാടില്ല. ഇനി 60-ന് താഴെയുള്ളവരാണ്. മറ്റൊരു കാര്യം, മതം ചോദിക്കില്ല, നിങ്ങളുടെ ബന്ധം ചോദിക്കില്ല, ഒന്നും ചോദിക്കുന്നില്ല. പ്രായം മാത്രമാണ് ഇവിടെ ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരാളെ സത്യസന്ധമായി പ്രണയിക്കുന്നുണ്ടോ, അവർക്ക് വേണ്ടിയുള്ള റീഡിങ്ങാണ്. അപ്പോൾ ഇന്നലെ വളരെ പ്രണയപൂർവ്വമുള്ള കാർഡുകളാണ് കിട്ടിയിരുന്നത്. ആരും കണ്ടിട്ടില്ലല്ലോ, എന്തുകൊണ്ടാണ്? നിങ്ങളുടെ പ്രണയം മാത്രമാണ് അവിടെ പറയുന്നത്, മറ്റൊന്നും പറയുന്നില്ല. ഇനി അവസാനം വരെ പ്രണയ കാർഡുകളാണ് എടുക്കുന്നത്, ലവ് മെസ്സേജുകൾ. അവസാനം വരെ കാണുക, ഒരു മെസ്സേജെങ്കിലും ഉണ്ടാവും. ഇത് പബ്ലിക് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയില്ലെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. പരിഹാരവും ചെയ്തു തരുന്നുണ്ട്. അവിടെ ഒരു പേയ്മെൻറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒറാക്കിൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കിങ് കപ്പാണ് വന്നിരിക്കുന്നത്. 3 കപ്പ് സെലിബ്രേഷനാണ് ഈ മഴക്കാലത്തോ. ലവ് കാർഡ് വന്നു, കിങ് വാണ്ട് വന്നു, സ്ട്രെങ്ത് വന്നു, ലവ് കാർഡ് വീണ്ടും വന്നു. ഇപ്പോൾ 2 ലവ് കാർഡാണ് വന്നിരിക്കുന്നത്. ലവ് ഉണ്ട്, വീണ്ടും ലവ് കാർഡ് വന്നു. ജെമിനി, ഹേഡിസ്, പെർസഫോൺ. മേബിയാണ് ഇവിടെ. മേബി എന്ന് പറഞ്ഞാൽ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് ഹേഡിസിൻ്റെ സംശയം. ഇവിടെ ഹെരഫൻറ്റ് വന്നു, ക്യൂൻ വാർഡ് വന്നു. കിങ് വാർഡ് മാത്രമല്ല, ക്യൂൻ വാർഡും വന്നു. കിങ് സോട്സ് വന്നു. ഇന്നിപ്പോൾ ജോഡികളുടെ പ്രളയം. ക്യൂൻ ഓഫ് സോട്സും വന്നു. അപ്പോൾ തുല്യമായ എനർജിയാണ് അവിടെ വന്നിരിക്കുന്നത്. 2 പേരുടെ ശക്തിയും അല്ലെങ്കിൽ 2 പേരുടെ താല്പര്യങ്ങളും ഒരുപോലെയാണ് എന്നറിയുന്നത്. കാരണം കിങ് സോട്സ്, ക്യൂൻ സോട്സ്, കിങ് വാണ്ട്, ക്യൂൻ വാണ്ട്. ജെമിനി 3 കാർഡാണ് വന്നിരിക്കുന്നത്, ലവ് കാർഡ്. അപ്പോൾ നിങ്ങളുടെ പ്രണയമൊക്കെ നല്ല സൂപ്പർ പ്രണയങ്ങളാണ്. മകയിരം, തിരുവാതിര, പുണർദം, അത്തം, ചിത്തിര, ചോതി, ആയില്യം, തൃക്കേട്ട, രേവതി. ഇതൊക്കെയാണ് നാളുകൾ. 4 3 തവണ വന്നു, 3 3 തവണ വന്നു, 6 3 തവണ വന്നു. ഇങ്ങനെയാണ് നമ്പറുകൾ വന്നിരിക്കുന്നത്. പിന്നെ 5 8 എന്ന നമ്പറുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഏഞ്ചൽ നമ്പർ കൂടിയാണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത്. 3 3 തവണ എന്ന് പറയുക, 4 3 തവണ എന്ന് പറയുക, 6 3 തവണ എന്ന് പറയുക. ഇതൊക്കെ ഒരു ഏഞ്ചൽ ബ്ലെസ്സിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹമുണ്ട്. നല്ല പ്രണയിക്കുന്നവരാണ്, തുല്യ ശക്തികളാണ്. ഒരാൾ സ്നേഹിക്കുന്നു, മറ്റയാൾ മൈൻഡ് ചെയ്യുന്നില്ല, അതുപോലെയൊന്നുമല്ല. 2 പേരും ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം പങ്കാളി സ്നേഹിക്കുന്നില്ല എന്നുള്ള സംശയമുണ്ട്. അത് വെറും തോന്നലാണ്. ഹേഡിസ്, പെർസഫോൺ അതുപോലുള്ള ആളുകൾക്ക് മാത്രം പങ്കാളി സ്നേഹിക്കുന്നില്ല എന്നുള്ള തോന്നലുകളുണ്ട്. ഇനി ചില ആളുകൾക്ക് പങ്കാളി എന്തൊക്കെ ഹൈഡ് ചെയ്യുന്നു എന്ന തോന്നലുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നോർമലായിട്ട് ഇവിടെ പറയാനുള്ളത് 2 പേരും ഒരുപോലെ സ്നേഹിക്കുന്നു. മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇല്ലാതിരിക്കുമോ. കിങ് കപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്, കിങ് വാണ്ടാണ് വന്നിരിക്കുന്നത്, കിങ് സോഡ്സാണ് വന്നിരിക്കുന്നത്. അത് കുറേ കാര്യങ്ങളാണ് പറയുന്നത്. പങ്കാളികൾ ഉള്ളവരായിരിക്കാം, വിവാഹേതര ബന്ധം, അല്ലെങ്കിൽ പങ്കാളികളാക്കണം, എൻ്റെ ഭാര്യയാക്കണം എന്ന് പറഞ്ഞ് പ്രണയിക്കുന്ന സിംഗിൾസ് ആവാം, അല്ലെങ്കിൽ പങ്കാളികൾ തന്നെയാവാം, ദമ്പതികൾ. ഇവിടെ ക്യൂൻ ഓഫ് സോഡ്സ്, ക്യൂൻ ഓഫ് വാണ്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ. ചിലപ്പോൾ പങ്കാളികൾ തന്നെയാവാം. പങ്കാളികൾക്ക് വേണ്ടി തന്നെയാണ് ജെമിനി വന്നിരിക്കുന്നത്. മെയ്ഡ് ഫോർ ഈച്ച് അതർ, ഒരാൾക്ക് വേണ്ടി സൃഷ്ടിച്ചത് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ്. എന്നാൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഇനി കൂടുതലൊന്നും എനിക്ക് പറയാനുള്ളത് വന്യമായ സ്വഭാവമുള്ള സമുദായം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2 പേരും 2 ജാതിയോ 2 മതമാണ്. പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്ന ആരൊക്കെ നിങ്ങൾക്കിടയിലുണ്ട്. നിങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ച് നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന ആരുമുണ്ട്. അതാണ് ഈ വാൾ വന്നിരിക്കുന്നത്. അധികാരം,
ഒരു പക്ഷേ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ നിങ്ങളിൽ ഒരാളെ ഭയങ്കരമായി കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ ബാഹ്യമായ കാര്യങ്ങളാണ്, പ്രണയത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായ വിഷമം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അത് നിങ്ങൾ പങ്കാളിയോട് പറയുന്നില്ല, അല്ലെങ്കിൽ അവരനുഭവിക്കുന്നത് നിങ്ങളോട് പറയുന്നില്ല. അതാണ് ഈ ഹൈഡ് ചെയ്യുന്നു എന്ന് ഹെരഫൻറ്റ് പറയുന്നത്. എന്നാൽ ഇവിടെ മൂന്നാമത്തെ വ്യക്തിയെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു വ്യക്തിയാണ്. ഒരു പക്ഷേ ഓഫീസിലെ സീനിയറാവാം, അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരംഗമാവാം, അത് ഒരു അകന്ന ബന്ധുവൊക്കെ ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലെ സുഹൃത്താവാം, അതുമല്ലെങ്കിൽ ഒരു പ്രണയം ആഗ്രഹിക്കുന്ന വ്യക്തിയാവാം. എപ്പോഴും ഇതുപോലൊരു ക്യാരക്ടർ നമുക്കിടയിൽ വരുന്നുണ്ട്, നമ്മുടെ കാർഡുകളിൽ വരുന്നുണ്ട്. അതിനർത്ഥം ഈ കാണാനിരിക്കുന്ന ആർക്കോ ശക്തമായൊരു തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളതാണ്. പ്രണയിക്കുന്നതല്ല, നിങ്ങളെ വലയ്ക്കുന്നൊരു തേർഡ് പാർട്ടി ഉണ്ട്. നന്നായി അഭിനയിക്കും, വീഴ്ത്താൻ കഴിവുണ്ട്, അതുപോലെ മയക്കാൻ കഴിവുള്ള ഒരു തേർഡ് പാർട്ടി. അവരുടെ മനസ്സത്ര നല്ലതല്ല എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ ക്രോണിസാണ് നിൽക്കുന്നത്. കുനിഷ്ഠബുദ്ധി മാത്രമായിരിക്കും. നിങ്ങളെ എങ്ങനെയെങ്കിലും കരയിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് അവർ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കണ്ണീര് കാണുമ്പോഴാണ് അവർക്ക് ആനന്ദം. കാരണം വാളാണല്ലോ. വാളെന്തിനാ ഉപയോഗിക്കുക? മറ്റൊരാളെ മുറിപ്പെടുത്താൻ. അപ്പോൾ മറ്റൊരാൾ മുറിപ്പെടുന്നത് കാണുമ്പോൾ സന്തോഷിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നല്ലൊരാളാണോ? നെഗറ്റീവ് ആളാണ്. വന്യമായ സ്വഭാവമാണ്, സിംഹത്തിൻ്റെ പോലുള്ള സ്വഭാവമാണ്. പക്ഷേ അവരെ മെരുക്കി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകും. ഓഫീസിൽ നിരന്തരം നിങ്ങളെ മാനസികമായി തളർത്തുന്ന ഒരാളുണ്ടെങ്കിൽ അവരെക്കുറിച്ചാണ് പറയുന്നത്. സുഹൃത്തുക്കളുടെ ഇടയിൽ നിങ്ങളെ നിരന്തരം നെഗറ്റീവ് പഠിപ്പിക്കാനും നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞു വരുത്താനും ഒരാളുണ്ടെങ്കിൽ അവരെ ഒന്ന് നിയന്ത്രിക്കൂ എന്നാണ് പറയുന്നത്. ഇനി കുടുംബത്തിനിടയിലും ചിരിച്ചു കാണുന്നവരെല്ലാം നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആണോ? ഒരിക്കലും അല്ല. നമ്മളെ എങ്ങനെയാണ് വീഴ്ത്താൻ പറ്റുക, നമ്മളെ എങ്ങനെയാണ് അങ്ങനെ ചോര കുടിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞ് നടക്കുന്ന ചില ഫ്രോഡുകളുണ്ട്. അതുപോലുള്ളൊരു ഫ്രോഡിന് വേണ്ടിയാണ് ഇവിടെ ക്രോണിസ് നിൽക്കുന്നത്. ഭാര്യ സ്നേഹിക്കുന്നുണ്ടോ എന്ന് മാത്രം സംശയിച്ച് നിൽക്കുന്ന ഹേഡിസാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പങ്കാളി സ്നേഹിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന ചില ആളുകളുമുണ്ട്. ഈ കാണിക്കുന്നതൊക്കെ അഭിനയമാണോ? ഒരു തേർഡ് പാർട്ടി ഉണ്ടോ? യഥാർത്ഥത്തിൽ എന്നെ സ്നേഹിക്കാൻ എനിക്ക് എന്ത് യോഗ്യതയുള്ളത്? അവരുടെ അത്ര സൗന്ദര്യമില്ല, അവരുടെ അത്ര പണമില്ല. ഇങ്ങനെ അവനവനെ ഇകഴ്ത്തി മറ്റേ ആളെ ഉയർത്തി കാണിക്കുന്ന ഒരു സ്വഭാവം, ഒരു പ്രവണത നിങ്ങൾക്കുണ്ടെന്നാണ് പറയുന്നത്. ആ പ്രവണത കളയണം. കാരണം നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് എങ്കിൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഇത് സ്വാഭാവികമായും ഇപ്പുറത്തിരുന്ന് കാണുന്നവരുടെ ഒരു മാനസിക രോഗമാണ്. പങ്കാളി സ്നേഹിക്കുന്നുണ്ടോ? ഈ ഇടയായിട്ട് എന്നോട് കോണ്ടാക്റ്റ് ഇല്ല, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്നോട് അത്ര താല്പര്യമില്ല, ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. ഈ പ്രണയമാകുമ്പോൾ പല പൊന്നാര ചോദ്യങ്ങളും ചോദിക്കും. അപ്പോൾ അത് താല്പര്യമില്ലാത്ത പോലെ അവർ പെരുമാറുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഡൗട്ടായി, എന്താണ് എന്നോട് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നത്? മൂന്നാമത്തെ ഒരു വ്യക്തി വന്നിട്ടുണ്ടാവും, ഞാൻ പോരായിരിക്കും, ഞാൻ അത്ര സൗന്ദര്യമൊന്നുമില്ല, ഇങ്ങനെ നമ്മളെ ഇടിച്ചു താഴ്ത്താൻ തുടങ്ങും. അതോടുകൂടി ഹൃദയം ഇടുപ്പ് അങ്ങ് കൂടും. അപ്പോൾ ചിന്തിക്കുകയും മറ്റൊരു സൗന്ദര്യമുള്ള ഒരാളും ഇവരും തമ്മിൽ സ്നേഹിക്കുന്ന രംഗങ്ങളൊക്കെ നിങ്ങളിങ്ങനെ ഭാവനയിൽ കാണായി. അതോടുകൂടി നിങ്ങൾക്ക് എരിപൊരി സഞ്ചാരമായി. അതിനെയാണ് ഈ ഹേഡിസ് കാണിക്കുന്നത്. അവിടെ ക്രോണിസാണ് നിൽക്കുന്നത്. ഇനി വന്നിരിക്കുന്നതാണെങ്കിൽ സ്ട്രെങ്ത്താണ്. ചില സമയത്തൊക്കെ അവർ മെരുങ്ങാത്ത പോലെ പെരുമാറും. ഇനി ഹെരഫൻ്റാണ്. ചില സമയത്ത് പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്ന പോലെ തോന്നും. പാവം അവർ ഹൈഡ് ചെയ്യുന്നത് അവരെ ഉപദ്രവിക്കുന്ന ആളുകളെക്കുറിച്ച് നിങ്ങളോട് പറയുന്നില്ല. നിങ്ങളുടെ സമാധാനം എന്തിനാണ് കളയണമെന്ന് വിചാരിച്ചിട്ടാണ്. അവരെപ്പോഴും ട്രോമയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മൂന്നാമത്തെ വ്യക്തി സ്നേഹിച്ച് അവരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഓഫീസിലായാലും അമിത കെയറിങ് ആണെന്നും പറഞ്ഞ് അമിതമായി ഇവരെ നെഗറ്റീവ് പഠിപ്പിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതുപോലൊരു സുഹൃത്ത് ഇവിടെ കപ്പും പിടിച്ച് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കിങ് കപ്പ്, ഈ സ്നേഹത്തിൻ്റെ കപ്പ് നിങ്ങൾക്ക് തരാതെ അങ്ങനെ കയ്യിലും പിടിച്ചിരിക്കുന്നത്. അതുപോലെയാണ് നിങ്ങളുടെ പ്രണയം. എന്നാൽ ഇവിടെ തുല്യ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരാൾക്ക് സ്നേഹമുണ്ട്, മറ്റയാൾക്ക് സ്നേഹമില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. രണ്ടുപേരും ഒരുപോലെ സ്നേഹിക്കുന്നു. പക്ഷെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ തേർഡ് പാർട്ടി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയൊന്നുമല്ല. എപ്പോഴും ഇങ്ങനെ ട്രോമയാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം. ഇതിനൊക്കെ നിങ്ങൾ തന്നെ കടിഞ്ഞാണിടണം. നിങ്ങളുടെ സ്വാതന്ത്ര്യങ്ങളിൽ അമിത സ്വാതന്ത്ര്യം ചെലുത്തുന്ന ആരായാലും അത് നിർത്തലാക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടാവണം. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുക, നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ പോയിട്ട് നിങ്ങളെ പെടുത്തുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുണ്ടെങ്കിൽ നിങ്ങളത് നിർത്തണം. ഓഫീസിലാണെങ്കിൽ നിങ്ങളെ അമിതമായി കൺട്രോൾ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ നിന്നല്ല ശമ്പളം തരുന്നത് അല്ലേ? അപ്പോൾ
നിങ്ങൾക്ക് നോ പറയാൻ കഴിയുന്നില്ല. ഇവിടെ എല്ലാം സഹിക്കുന്നൊരു സ്വഭാവം എന്തിനാണ് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കൊരാളെ ഇഷ്ടമാണോ, അവരുമായിട്ട് നന്നായി അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഇന്ന് കാണുന്നവരെ നാളെ കാണില്ല. മറ്റൊരാളെ വേദനിപ്പിക്കാതെ ഇരിക്കുക, അത് പാടില്ല. അത് നമുക്ക് ശാപമായിട്ട് മാറും. നമുക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ അവരെ അങ്ങ് ഇഷ്ടപ്പെടുക. അതിനെന്തിനാണ് മറ്റൊരാളുടെ അനുവാദം കാത്തു നിൽക്കുന്നത്? നിങ്ങളുടെ മനസ്സിന് അവർ താല്പര്യമാണ്, അവർ വേണമെന്ന് നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ എന്തോ ബന്ധമുണ്ട്, അത് സോൾമേറ്റ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള ഒരാളുമായി ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നാണ് കിങ് കപ്പ് പറയുന്നത്. 3 കപ്പ് പറയുന്നു തേർഡ് പാർട്ടിയാണ് അങ്ങനെ സമ്മതിക്കാത്തതെന്ന്. മിഥുനം രാശി പറയുന്നു രണ്ടുപേരും വ്യസനിച്ചാണ് ഇരിക്കുന്നതെന്ന്. കിങ് സോഡ്സ് പറയുന്നു കൺട്രോൾ ചെയ്യുന്ന പാരൻ്റ് ആണെന്ന്. ക്യൂൻ സോഡ്സും പറയുന്നു ഒരു പാരൻറ്റോ അല്ലെങ്കിൽ ഓഫീസിലെ ആരോ ആണെന്ന്. ക്യൂൻ വാണ്ട് കിങ് വാണ്ട് പറയുന്നു നിങ്ങൾ രണ്ടുപേരും തുല്യ ശക്തികളാണ്, രണ്ടുപേർക്കും നല്ല ധൈര്യവും പവറൊക്കെ ഉണ്ട്. പക്ഷെ അത് മിസ്യൂസ് ചെയ്യുന്ന ആരും ഉണ്ട്, അവരെ അങ്ങനെ അനുവദിക്കരുത് എന്നാണ് പറയുന്നത്. ഇനി ലവ് കാർഡ് 2-3 എണ്ണമാണ് വന്നിരിക്കുന്നത്. ആറോട് ചേർന്ന് നിൽക്കുന്ന പ്രണയം തന്നെയാണ്. ഹെരഫൻറ്റ് വന്നിട്ടുണ്ട്. നിങ്ങളെ അലച്ചിലും കഷ്ടപ്പാടും ആക്കി മാറ്റുന്ന എന്തോ ഒരു സംഭവമുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. മതം, ജാതി, പണം. അപ്പം ഞാൻ അവിഹിത ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെ ചിലർക്ക് ഒരു തോന്നലുണ്ട്. പക്ഷേ ഹെരഫൻറ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും പങ്കാളി ഉള്ളവരാണ്. രണ്ടാമത്തെ പ്രണയമാണ് നിങ്ങളുടേത്. അങ്ങനെ ആകുമ്പോൾ എനിക്കത് പറയാതിരിക്കാൻ പറ്റുമോ? ഹെരഫൻറ്റ് വന്നു കഴിഞ്ഞാൽ പങ്കാളി ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പങ്കാളി അറിയുന്നില്ല, അറിയാതെ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളോടെല്ലാം ഓപ്പണായി പറയുന്നുണ്ടാവും, പക്ഷേ അവർക്ക് എന്നാലും ട്രോമ കൂടുതലാണ്. ക്രോണീസാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പറയാൻ പോകുന്നത് ഇവിടെ ഓറിയോണാണ് വന്നിരിക്കുന്നത്. ഓറിയോൺ നക്ഷത്ര സമൂഹമാണ് വന്നിരിക്കുന്നത്. ഓറിയോൺ എന്ന് പറഞ്ഞാൽ വേട്ടക്കാരനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ ഒരു ഇണയ്ക്ക് വേണ്ടി, രണ്ടുപേരും നിങ്ങൾ ഇണകളാണ്, അതിൽ ഒരു ഇണയ്ക്ക് വേണ്ടി മറ്റൊരാൾ ആവശ്യമില്ലാതെ പുറകെ പോകുന്നതിനെയാണ് ഓറിയോൺ ഇന്ന് തരുന്ന മെസ്സേജ്. ഇവിടെ നിങ്ങൾ രണ്ടുപേരിൽ ഒരാളെ പുറകെ നടന്ന് പിടിക്കാൻ വേണ്ടി പോകുന്ന ആളെ മറ്റൊരാൾ അമ്പെയ്ത് വീഴ്ത്തുന്നു എന്നുള്ളതാണ് എനിക്കിന്ന് നിങ്ങൾക്ക് തരാനുള്ള സന്ദേശം. മലയാളത്തിലെ കഥ പറയുകയാണെങ്കിൽ ആ ആളുടെ പുറകെ പോയ ആളെ ശിവനാണ് അമ്പെയ്ത് വീഴ്ത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവാനുഗ്രഹം നിങ്ങൾക്കാണ് എന്ന് പറയുന്നത്. നിങ്ങളെ ശല്യപ്പെടുത്തി തുരത്തി കൊണ്ടുപോകുന്ന, വേട്ടയാടാൻ ശ്രമിക്കുന്ന ആളെ അതിനും പുറകിൽ നിന്നൊരാൾ ഇല്ലാതാക്കുമെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ദൈവാനുഗ്രഹമുള്ള ഇണകളാണ് നിങ്ങൾ. അപ്പോൾ ആർദ്ര നക്ഷത്രത്തിൻ്റെ അധിപൻ എന്ന് പറഞ്ഞാൽ രുദ്രനാണ്. അതിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ മൊത്തത്തിലുള്ള എനർജി എന്ന് പറഞ്ഞാൽ ആർദ്രയുടേതാണ്. എന്നാൽ ആർദ്രമാണ്, എപ്പോഴും മിഴികൾ നിറഞ്ഞോണ്ടാണ്. നിങ്ങളുടെ പ്രണയത്തിൽ എന്തൊക്കെ കല്ലുകടികളുണ്ട്, നിങ്ങൾ രണ്ടുപേരും തമ്മിലല്ല മറ്റുള്ള ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അതാണ് നിറഞ്ഞ കണ്ണുകൾ എപ്പോഴും കാണിക്കുന്നത്. ഒരു വിഭാഗം ദമ്പതികളായാലും പ്രണയിക്കുന്നവരായാലും ഹൈഡ് ചെയ്യുന്ന സ്വഭാവമുണ്ട്, അത് മാറ്റിക്കൊള്ളുക. ഇവിടെ വാണിംഗ് തന്നിരിക്കുകയാണ്. ഇനി ഒരു വിഭാഗം പങ്കാളി സ്നേഹിക്കുന്നില്ല എന്നും പറഞ്ഞ് കണ്ണും നിറഞ്ഞ് നടക്കുന്നുണ്ട്, അത് മാറ്റിക്കൊള്ളുക. പങ്കാളി തുല്യ ശക്തിയാണ്. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, ഒരുപക്ഷെ ശിവപാർവതിമാരെ പോലെ, അല്ലെങ്കിൽ രാമനും സീതയും ആവാം, അല്ലെങ്കിൽ കണ്ണനും രാധയും ആവാം, അതുമല്ലെങ്കിൽ കാമനും രതിയും ആവാം. ഇനി അതൊക്കെ നമുക്ക് മാറ്റി നിർത്തിയ ആദവും ഹവ്വയും ആവാം. ഇണകളാണ്, അത് മനസ്സിലാക്കുക. രണ്ടുപേര് തുല്യമായി സ്നേഹിക്കുന്നവരാണ്. ഒരിക്കലും ഒരാൾക്ക് പാരപണിയില്ല. ഇതാണ് നിങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഇന്നത്തെ പോസിറ്റീവ് മെസ്സേജുകൾ. അപ്പോൾ നിങ്ങൾ ഇത്തിരി സ്ട്രെങ്ത്ത് ഉണ്ടാക്കണമെന്ന് പറയുന്നത്, ശക്തി ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ട്. നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നവരെ കണ്ടറിഞ്ഞ് മാറിപ്പോവുക. അവരെയൊക്കെ ദൈവം തന്നെ ഇല്ലാതാക്കിക്കൊള്ളുമെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവർ മാറിപ്പോകുമെന്നാണ്. അല്ലാതെ ഇവിടെ പറയുന്നത് പോലെ അമ്പെയ്ത് വീഴ്ത്തൊന്നുമില്ല. എങ്കിലും അവരങ്ങ് മാറിപ്പോണ്ട എന്തെങ്കിലും സന്ദർഭം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. സാഹചര്യങ്ങളാണല്ലോ ദൈവമായിട്ട് വരുന്നത്. അനുകൂല സാഹചര്യമാകുമ്പോൾ ദൈവവും, പ്രതികൂലമാകുമ്പോൾ പിശാചുമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കും. നെഗറ്റീവ് പോസിറ്റീവ് എനർജികൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പോസിറ്റീവായി പറയാനുള്ളത്. അപ്പോൾ ഈ മൂന്നാമത്തെ വ്യക്തിയെ സൂക്ഷിക്കണം എന്നൊരു വാണിംഗ് കൂടി ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെയും ഒരു ചെറിയ നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ട്, ബ്ലാക്ക് മാജിക് പോലുള്ള എനർജി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ വന്ന് നോക്കുക, ഞാൻ പറഞ്ഞു തരും. അപ്പോൾ എല്ലാ ശാസ്ത്രജ്ഞന്മാരുടെ പോലെയല്ല ഇംഗ്ലീഷും ഒക്കെ കലർത്തി വെറുതെ പ്രണയം മാത്രം പറഞ്ഞു തരില്ല. നിങ്ങൾക്കറിയേണ്ട എല്ലാ വിഷയങ്ങളും പറഞ്ഞു തരും. ഏതുമാവാം, നിങ്ങൾക്കറിയേണ്ട വിഷയം ജ്യോതിഷത്തിൽ കാണുന്നത് പോലെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. കാരണം ഈ കാർഡുകൾ ജ്യോതിഷമാണല്ലോ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നെഗറ്റീവായ മെസ്സേജ് പറയാം. കിങ് കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തരാതെ ആ വ്യക്തി അവരുടെ കുടുംബത്തിനെ സ്നേഹിക്കുന്നു എന്നാണ്. കുടുംബമുള്ള ആളാണ്. കിങ് വാർഡ് എന്ന് പറഞ്ഞാൽ അന്തർമുഖനാണ്.
ഇനി ക്യൂൻ ബാൻഡെന്ന് പറഞ്ഞാൽ അവർക്കൊരു പങ്കാളിയുണ്ട്. കിങ് ക്യൂൻ സൂട്ട്സ് എന്ന് പറഞ്ഞാൽ പാരൻസാണ്. അവരൊന്നും നിങ്ങളെ അനുവദിക്കില്ല എന്നുള്ളതാണ്. 3 കപ്പ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ലവാണ്. ഹെരഫൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകളുമായി ഫിസിക്കൽ ബന്ധമെന്നാണ്. ലവ് കാർഡ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി. ഇനി സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവരെ മെരുക്കാൻ കഴിയില്ല. ഇവിടെ പെർസഫോൺ ഹേഡിസ് എന്ന് പറഞ്ഞാൽ പങ്കാളി സ്നേഹിക്കുന്നില്ല എന്നാണ്. ജെമിനി എന്ന് പറഞ്ഞാൽ 2 വഴി പിരിഞ്ഞു എന്നാണ്. ഇതാണ് നെഗറ്റീവായി പറയാനുള്ളത്. അങ്ങേ അറ്റത്തെ പ്രണയമാണ് ഒരു രാജകുമാരനും രാജകുമാരി. അവരുടെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ അതറിയുമായിരിക്കും, അതുകൊണ്ടാണ് പറയാത്തത്. രാജകുമാരിക്ക് രാജകുമാരൻ എന്ന് പറഞ്ഞാൽ പ്രാണശ്വാസം തന്നെയാണ്, ജീവവായു പോലെയാണ്, അത്രയ്ക്ക് പ്രിയമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളിങ്ങനെ നടക്കാനിറങ്ങിയപ്പോൾ അവളുടെ ഭർത്താവിൻ്റെ പോലുള്ള കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ ചോദിക്കുകയാണ്, ഇതാരുടെ കുഞ്ഞുങ്ങളാണ്? എൻ്റെ മക്കളുടെ പോലെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ തോഴി പറയുകയാണ്, ഇത് ഇവളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മക്കളാണെന്ന്. അവൾ അവിവാഹിതയാണ്, പിന്നെ എങ്ങനെ മക്കളുണ്ടായി എന്നുള്ളത് ചിന്തിച്ച് വന്നപ്പോഴാണ് സ്വന്തം ഭർത്താവ് രഹസ്യമായിട്ട് അവളെ പ്രാപിക്കുന്നുണ്ടെന്നും അതിൽ ജനിച്ച കുട്ടികളാണെന്നും അവൾ മനസ്സിലാക്കുന്നത്. അതോടുകൂടി ജീവനായി സ്നേഹിച്ച ഭർത്താവിൻ്റെ വഞ്ചന മനസ്സിലാക്കുകയും അവൾ തളർന്നു പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ ഒരു സ്ത്രീയെ തളർത്താൻ പറ്റിയ ഏറ്റവും വലിയ വാക്കെന്താണ്? അവനവൻ്റെ പങ്കാളിക്ക് മറ്റൊരു ബന്ധമുണ്ടെന്നും തന്നെ വഞ്ചിക്കുകയാണെന്നും അറിയുമ്പോഴാണ് ആ സ്ത്രീ തളരുന്നത്. ഇത് പുരുഷൻ്റെ ഭാഗത്തും ഉണ്ടാവാം. സ്ത്രീ വഞ്ചിച്ചു എന്നറിയുമ്പോൾ പുരുഷനും തളർന്നു പോകുന്നു. അപ്പം നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണോ അതോ സ്നേഹിക്കപ്പെടുകയാണോ എന്നറിയണമെങ്കിൽ എന്നെ സമീപിക്കുക. വെളുത്ത് കാണുന്നതെല്ലാം പാലാണെന്ന് വിചാരിക്കരുത്. അതിൽ ചുണ്ണാമ്പ് വെള്ളമുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ സുഖിക്കണം എന്ന് മാത്രമാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ധാരാളം ഉപാധികളുണ്ട്. ഫോൺ എന്നൊരു സാധനം കയ്യിലുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിലിരിക്കുന്നവരെയും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതിലൂടെ നമുക്ക് സുഖം അനുഭവിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാണ് ഓരോ ദിവസം ഓരോരുത്തർ കണ്ണു തുറക്കുന്നത്. അപ്പോൾ ഇവിടെ സത്യസന്ധമായ പ്രണയം അപ്രത്യക്ഷമായിരിക്കുകയാണ്. നിങ്ങളൊക്കെ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് 90% തെറ്റാണ്. ഞാനീ പറഞ്ഞ കഥ സ്വന്തം ഭർത്താവ് അവനവനെ വഞ്ചിച്ച് ദാസിയിൽ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചു എന്ന് അറിയുന്നത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം ചതി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ജനിച്ചപ്പോൾ കൂടെ ജനിച്ചൊരു സാധനമാണ്. ആർക്കും സത്യത്തിൻ്റെ പുറകെ പോകാനൊന്നും നേരമില്ല. അവനവന് കിട്ടിയ സന്തോഷങ്ങളിൽ അവനവൻ വ്യാപൃതരാവുകയാണ്. അതിനാണ് ഞാൻ ചില ഉദാഹരണങ്ങൾ പറയുന്നത്. നമ്മൾക്ക് സുഖിക്കാൻ മാത്രമുള്ളതല്ല ഈ ശരീരം. മനസ്സുകൊണ്ടുള്ള സുഖമൊന്നുമല്ല ആരും അനുഭവിക്കുന്നത്, ശരീരം കൊണ്ടുള്ളതാണ്. അതിനു വേണ്ടിയാണ് എല്ലാവരും ഇത് കാണുന്നതും. എനിക്കറിയായ്മയൊന്നുമില്ല. ഇനിയിപ്പോൾ എല്ലാവരും സത്യസന്ധന്മാരാവും, രാമനാവും, സീതയാവും. അപ്പോൾ ഒരല്പമെങ്കിലും ആത്മാർത്ഥത നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിന് തിരിച്ചു കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. നിങ്ങൾ വരുന്നു, ഡീറ്റെയിൽ ചോദിക്കുന്നു, അതിനുശേഷം പണം അടയ്ക്കുന്നു, അതിനുശേഷം മാത്രം മെസ്സേജ് അയക്കാൻ ഞാൻ സമ്മതിക്കൂ. വോയിസ് എന്നുള്ളത് പാടില്ല. ഇതൊക്കെയാണ് എൻ്റെ റീഡിങ്ങിൻ്റെ രീതി. ഉള്ളതുപോലെ പറയും. നിങ്ങളെ വഞ്ചിക്കുകയാണെങ്കിൽ അതും മുഖത്ത് നോക്കി പറയും, അല്ല സ്നേഹിക്കുകയാണെങ്കിൽ അതും മുഖത്ത് നോക്കി പറയും. ഇവിടെ യാതൊരു കപടതയില്ല. അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജ് നോക്കിയാലോ. രാമനും സീതയുമാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഹെൽത്ത് കരിയർ പറയാം. ഹോപ്പാണ് വന്നിരിക്കുന്നത്. പലരും പറഞ്ഞു ഹെൽത്തും കരിയറും പറയണം എന്ന്. റീകൺസിലേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാമനും സീതയും പോലെയുള്ള ദിവ്യ ജോഡികൾ തന്നെയാണ് ലവ് കാർഡിൽ നിൽക്കുന്നത്. നിങ്ങളങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, ഈ എനർജിയിൽ നിൽക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. റീകൺസിലേഷൻ ഉണ്ട്, പ്രതീക്ഷ കൈവിടണ്ട, ട്രൂ ലവാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ വരണ്ട ചുമ വന്നിട്ടുണ്ട്, ബോഡി പെയിൻ പനി വന്നിട്ടുണ്ട്, സ്ത്രീകളിലെ അമിത ആർത്തവം വന്നിട്ടുണ്ട്, ഗർഭാശയാണ്ടാശയസ്ഥന ഫൈബ്രോയിഡുകൾ വന്നിട്ടുണ്ട്. ഇനി ഒരു സന്തോഷ വാർത്ത കൂടി വന്നിട്ടുണ്ട്. പ്രഗ്നൻസി പീരീഡാണത്. ഇനി നമുക്ക് ജോലി നോക്കുകയാണെങ്കിൽ എല്ലാവരും സർക്കാർ ജോലികളിൽ ഉള്ളവരാണെന്ന് പറയുന്നുണ്ട്. അധ്യാപകർ വന്നിട്ടുണ്ട്, ബിസിനസ്സുകൾ വന്നിട്ടുണ്ട്, ഇനി ഗതാഗതം വന്നിട്ടുണ്ട്, ഗതാഗതത്തിൽ ജോലിയുള്ളവർ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ജോലി വന്നിരിക്കുന്നത്. പൊതുവായ കാര്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാവും എന്ന് പറയുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളെ കടുംപിടുത്തത്തിൽ മാനസികമായിട്ട് ടെൻഷൻ അടുപ്പിക്കാൻ സാധ്യതയുണ്ട്. കേസ് കോടതി കൂട്ടമൊക്കെ പറയുന്നുണ്ട്. അവിചാരിത യാത്രകളും പറയുന്നുണ്ട്. ഇനി മാലാഖയോടുകൂടി ചോദിക്കാം, ഒരു ചാൻസും കൂടി തരുമെന്നാണ് ചോദിക്കുന്നത്. ഫൊർഗീവ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്നുണ്ട്. ന്യൂ ലവ് പറയുന്നുണ്ട്.
കൺട്രോൾ ഇഷ്യൂ പാടില്ല. പങ്കാളികൾക്കിടയിൽ കയറില്ലാതെ കെട്ടിയിടുന്ന ഒരേ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ കൺട്രോൾ ഇഷ്യൂ ആണ്. അത് അവിടുന്ന് ഇങ്ങോട്ടുമാവാം, ഇവിടുന്ന് അങ്ങോട്ടുമാവാം, അത് പാടില്ല. ഞാൻ പറയാറുണ്ട്, രണ്ടുപേരും രണ്ട് വ്യക്തികളാണ്, രണ്ടുപേർക്കും ഒരു സ്പേസ് കൊടുക്കണം. എന്നാൽ ഫോണും കൊടുത്ത് ആ സമയത്തൊക്കെ ചുറ്റിയടിച്ചോന്നും പറഞ്ഞ് നടക്കാൻ സമ്മതിക്കരുത്. അതൊരു അമിതമായ സ്വാതന്ത്ര്യം, അത് നിങ്ങൾക്ക് തന്നെയുള്ള കുരുക്കുമായി മാറാൻ സാധ്യതയുണ്ട്. ആവശ്യത്തിനുള്ള സ്പേസ് കൊടുക്കുക. ഇനി നമുക്ക് ഇത് നോക്കാം. ലവ് യു എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ലവ് കാർഡുകളെല്ലാം പറഞ്ഞ്. ഐ ഹേറ്റ് യു എന്ന് പറയുന്നവരുമുണ്ട്. അതാണ് ഹേഡിസ് പറഞ്ഞത്. ഐ മിസ് യു എന്ന് പറയുന്നതാണ് ചില ആളുകൾ പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് യാതൊരു വളർച്ചയും നമ്മുടെ ചാനലിനില്ല. നിങ്ങളെങ്ങനെ ഉപദേശിച്ച് നന്നാക്കുമ്പോൾ നമ്മുടെ ചാനൽ എങ്ങനെയാണ് വളരുക? നിങ്ങളെന്തായാലും വേണ്ടില്ല, പ്രാന്തടിച്ച് കിടന്നാലും വേണ്ടില്ല, നിങ്ങളുടെ പങ്കാളി അതാ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് നിങ്ങളെ അങ്ങ് സുഖിപ്പിച്ച് കൊല്ലണം. അപ്പോഴാണ് അങ്ങനത്തെ ആളുകൾക്കാണ് ലക്ഷക്കണക്കിന് അവിഹിത ബന്ധമുള്ള ആൾക്കാർ ഫോളോ ചെയ്യുക, അല്ലേ? അപ്പോൾ അത് ചെയ്യാത്ത കാരണം നമ്മുടെ ചാനൽ അവിടെ തന്നെ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, 30-ൽ നിൽക്കാൻ തുടങ്ങിയിട്ട് 6-7 മാസമായി. അവിടെ അങ്ങോട്ട് ഒരാൾ സബ് ചെയ്യുന്നില്ല. സബ് ചെയ്യാത്തവരോട്ട് കാണും വേണ്ട എൻ്റെ ചാനൽ. അവർക്ക് വേണ്ടിയല്ല ഈ റീഡിങ്, അതുകൂടി മനസ്സിലാക്കുക. വരായികകൾ പറഞ്ഞു തരിക, തെറ്റും ശരിയും പറഞ്ഞു തരിക, കാണിച്ചു തരിക, വഴികാട്ടി തരിക, അതൊക്കെ തെറ്റാണ്. അതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. എന്നാൽ സുഖിപ്പിച്ച് കുളിപ്പിച്ച് കിടത്തിയാലോ നിങ്ങളതിൽ തന്നെ അങ്ങ് കടന്നു പോകും, അല്ലേ? അതാണ് വേണ്ടത്. പക്ഷേ എനിക്ക് ഒരു മനസാക്ഷിയുണ്ട്, ഈ കാർഡുകൾക്കൊരു സത്യമുണ്ട്. അതിനപ്പുറമായിട്ട് എനിക്ക് പറയാൻ സാധിക്കില്ല. ഇനി ആരെങ്കിലും ഫോളോ ചെയ്താലും വേണ്ടില്ല, ലൈക്ക് അടിച്ചാലും വേണ്ടില്ല, ഇല്ലെങ്കിലും വേണ്ടില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം അതെപ്പോഴും വേണം. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു തെറ്റുകാരി ആവാൻ പാടില്ല. ഇതൊക്കെയാണ് എൻ്റെ ഒരു എത്തിക്സ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇതൊക്കെ ചെയ്യുക. ഞാൻ പറയുന്നത് പോലെ ജീവിക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സങ്കടം കുറവായിരിക്കും.